Once again, welcome back to ACO Vision. ഇത് നമ്മുടെ എപ്പിസോഡ് അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന മിക്കോയിൻ്റെ ഒരു അടിപൊളി കൂളറാണ്. ഈ കൂളറിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചറുകൾ എന്ന് നോക്കാം. നമുക്കിവിടെ വീഡിയോയിൽ ദൃശ്യമാകുന്നുണ്ട് 4-way കൂളിംഗ് എന്നുള്ളത്. 4 വശത്തേക്കും ഇതിൻ്റെ കൂള് നടക്കുന്നുണ്ട്. അതായത് 4 വശത്തേക്കും ഇതിൻ്റെ കാറ്റ് ത്രോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്ത് കാണുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കൺട്രോൾ ഉണ്ട് എന്ന് കാണുന്നു. അഡീഷണൽ കംഫർട്ട് വേണ്ടി അവൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട്, ഓവർഫ്ലോ ആവാതെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട് നിലനിർത്താനുള്ള കാര്യം. അതുപോലെ തന്നെ ഈ കൂളിൻ്റെ അടിയിൽ വീല് ഉണ്ട്, മൾട്ടി സ്പീഡ് ഓപ്ഷൻ ഉണ്ട്, പവർഫുൾ എഫക്റ്റീവ് മോട്ടർ, അതായത് ഡബിൾ ബോൾ ബെയറിംഗ് മോട്ടറുണ്ട്, ഈസി ടു മെയിൻ്റനൻസ്, നമുക്ക് തന്നെ മെയിൻ്റനൻസ് ചെയ്ത് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്ന ഹണി കോബാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മിക്കോയ് ചാമ്പ് 40, മിക്കോയുടെ ചാമ്പ് എന്ന മോഡലാണ്. VK ഗ്രൂപ്പിൻ്റെ മിക്കോയ് ചാമ്പ് എന്ന മോഡൽ. 40 എന്നുള്ളത് 40 ലിറ്റർ എന്ന് കണക്കാക്കുന്നു. 40 ലിറ്ററിൻ്റെ ഒരു അടിപൊളി ഒരു ഹെയർ കൂളറാണ് ഞാൻ പരിചയപ്പെടുന്നത്. കൂളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നതിനാണ് കൂളർ. അപ്പോൾ റബ്ബർ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ബോഡിയാണ്. ABS പ്യുവർ പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി ആണ് വരുന്നത്. 40 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. വർക്കിംഗ് ഓൺ ഇൻവെർട്ടർ, അതായത് 165 വാട്ട്സാണ് ഇതിൻ്റെ മോട്ടർ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് വർക്കിംഗ് ഓൺ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഈ കൂളർ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യാം. 4 വശത്തേക്കും എയർ കൂളിംഗ് നടത്താം. അതായത് ഇതിനകത്ത് പുറപ്പെടുവിക്കുന്ന കാറ്റ് 4 ഭാഗത്തേക്കും എത്തിക്കുന്നുണ്ട്. അതാണ് 4-way എയർ കൂളിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മിക്കോയുടെ എടുത്തു പറയേണ്ട ഫീച്ചറുകൾ. അപ്പോൾ ഈ മിക്കോയ് എന്ന കമ്പനി ഡബിൾ ബോൾ ബെയറിംഗ് ഇതിൽ യൂസ് ചെയ്യുന്ന മോട്ടർ 1 year വാറണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് ടോൾ ഫ്രീ നമ്പർ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് സൈറ്റ് വാറണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു തരും, ഇത് നന്നാക്കി തരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റ് ത്രോ ചെയ്യുന്നത് 35 ഫീറ്റ് 35 അടി ദൂരത്തിലേക്ക് വരെ ഇതിൻ്റെ കാറ്റ് ത്രോ ചെയ്യും എന്നാണ് പറയുന്നത്. അത്രയും 35 അടി ദൂരത്തിലേക്ക് വരെ ഇതിനകത്ത് നിന്നുള്ള കാറ്റ്, ഇതിനകത്തുള്ള കൂളിങ്ങും എന്ത് ചെയ്യും, കാറ്റ് പുറത്തേക്ക് തെറിക്കും, ത്രോ ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ മോട്ടറിൻ്റെ പവറാണ്, ഹൈ സ്പീഡ് മോട്ടർ ആയതുകൊണ്ട്, അതായത് 165 വാട്ട്സിൻ്റെ ഹൈ സ്പീഡ് ബ്ലോവറുള്ള മോട്ടർ ആയതുകൊണ്ട് ഇത് കാറ്റ് 35 അടിയിലേക്ക് വരെ ത്രോ ചെയ്യുന്നതിൻ്റെ 2 കളർ വേരിയൻ്റ് വരുന്നുണ്ട്. 2 കളർ വേരിയൻ്റ്, ഗ്രേ ആൻഡ് മറോൺ, 2 കളറിലാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ കൂളിംഗ് അതിൻ്റെ മോഡൽ ചാമ്പ് 40 165 വാട്ട്സിൻ്റെ മോട്ടർ 230 വാട്ട്സിൽ സാധാരണ നോർമൽ വോൾട്ടേജ് വർക്ക് ചെയ്യുന്നു. 40 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി ടാങ്കിലുള്ളത്. ഇതിൻ്റെ വാട്ടർ ഒഴിക്കേണ്ട കപ്പാസിറ്റി 40 ലിറ്ററാണ്. നമുക്ക് ഒഴിക്കേണ്ട വാട്ടറിൻ്റെ അളവ് അപ്രോക്സിമേറ്റ് MRP റേറ്റ് 8,400 വരും. എങ്കിലും ഒരു 6 രൂപ 7 രൂപയുടെ ഇടയിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന ഒരു എയർ കൂളറാണിത്. അതിൻ്റെ MRP ആണ് നമ്മൾ ഈ ബോക്സിൽ കണ്ടത്. അപ്പോൾ ഡബിൾ ബോൾ ബെയറിംഗ് മോട്ടറാണ് ഇതിനകത്തുള്ളത്. ആ ഒരു ബ്ലോവർ ടൈപ്പ് നമുക്ക് ആ മോട്ടറിൻ്റെ പവർ 165 വാട്ട്സിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈ സ്പീഡ് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ടോൾ ഫ്രീ നമ്പർ നോട്ട് ചെയ്തോളൂ. ഈ നമ്പറിലാണ് നമുക്ക് വീട്ടിലേക്ക് ആളുകൾ വന്ന് നന്നാക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. വാറണ്ടി കാർഡ് കൊടുത്താൽ ടോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് നന്നാക്കി കിട്ടും, അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കിട്ടും. നിങ്ങളുടെ ടെക്നീഷ്യൻ ഈ കമ്പനി റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ഒരു പൈസയും കൊടുക്കേണ്ട. 1 year വാറണ്ടി ഉണ്ട്. ഓൾസോ അവൈലബിൾ ഓൺ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പുണ്ട്. അതിനകത്ത് കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൈ സ്പീഡ് ഡബിൾ ബോൾ ബെയറിങ്ങിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ ആ ഒരു മോട്ടർ, അങ്ങനത്തെ മോട്ടറിൻ്റെ പ്രത്യേകത, ഒന്നാമത് സൈലൻ്റ് ആയിരിക്കും. മോട്ടറിൻ്റെ സൈലൻ്റ് ആയിരിക്കും ഉണ്ടാകും. മോട്ടർ സൗണ്ട് ഉണ്ടാവില്ല, മോട്ടറിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ മോട്ടർ വർക്ക് ചെയ്യും. ഇത് രണ്ടാം ഡബിൾ ബോൾ ബെയറിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ബെയറിങ്ങിലുള്ള മോട്ടറാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡൽ നെയിമാണ് നിങ്ങൾ കാണുന്നത്, ചാമ്പ് 40 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിക്കോയുടെ ഫങ്ഷൻസ് ആണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഫങ്ഷൻസ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു 4-wayയിൽ നമുക്ക് കാറ്റ് ത്രോ ചെയ്യിക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് ഇത് മുകളിലേക്കും താഴത്തേക്കും എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കാറ്റിനെ ഉയരത്തിലേക്കും
താഴത്തോട്ടും ഏത് ദിശയിലേക്കാണ് ഉയരത്തിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ദിശയിൽ കാറ്റിന് നമുക്ക് കൈകൊണ്ട് എന്ത് ചെയ്യാം, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫങ്ഷൻസ് വെച്ചും കാറ്റിനെ എന്ത് ചെയ്യാൻ സാധിക്കും, പുറപ്പെടുവിക്കാൻ സാധിക്കും. സ്വിംഗ് മോഡ് എന്നാണ് പറയുക, സ്വിംഗ് മോഡ്. ആ മോഡ് നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റ്, നമ്മൾ സാധാരണ ഒരു പെഡസ്റ്റൽ ഫാന് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ തിരിയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കൈകൊണ്ട് മാനുവലി ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിന്റെ സ്പീഡ് കൺട്രോൾ, ഫങ്ഷൻ കൺട്രോൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യം കാണിച്ചത് സ്പീഡ് കൺട്രോൾ, മീഡിയം, ലോ, ഹൈ. രണ്ടാമത് കാണുന്നത് ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ കാണുന്നത് ഫങ്ഷൻസ് ഓഫ്, സ്വിങ് പ്ലസ് കൂള്. സ്വിങ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിൽ കാറ്റ് മാത്രം പോകുന്നു. സ്വിങ് പ്ലസ് കൂൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിച്ച് നിങ്ങൾ കൂൾ ചെയ്യിക്കുന്നു. ഇപ്പോൾ കാണുന്നത് വെറും കൂൾ എന്ന ഓപ്ഷനിലേക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏത് ഭാഗത്തേക്കാണോ സ്വിങ്ങിൽ സ്റ്റോപ്പ് ആയിട്ട് ആ ഭാഗത്തേക്ക് മാത്രം നിങ്ങൾക്ക് കൂൾ ലഭിച്ചുകൊണ്ടിരിക്കുക. അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കാറ്റ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കില്ല. ഏത് ഭാഗത്താണോ എന്നുള്ളത് ആ ഭാഗത്തേക്ക് മാത്രം കൂൾ ലഭിക്കുന്നു. സ്വിങ് പ്ലസ് കൂൾ ആണെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂളിംഗ് ലഭിക്കുന്നു. അതാണ് ആ ഒരു ഫംഗ്ഷനിൽ പറയുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മനസ്സിലാകാൻ സാധിക്കും. കെറ്റ് 9 days വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട്, വാറണ്ടിക്ക് വേണ്ടി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 year പുറമെ 90 days കൂടെ അഡീഷണൽ വാറണ്ടി ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നു. സൈഡിലൊരു സ്റ്റിക്കറിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 1800220276 എന്ന് പറഞ്ഞ നമ്പറും ലാൻഡ് ലൈൻ നമ്പറും ഓക്കെ, കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാറണ്ടി കാർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ കോഡ് വയറിൻ്റെ ലെങ്ത്ത് 1.8 meter, അതായത് നിങ്ങളുടെ സ്വിച്ചിൽ നിന്നും കോഡ് വയറിൻ്റെ ലെങ്ത്ത് 1.8 liter ആണ്. പിന്നെ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ അത് ഓവർഫ്ലോ ആയി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓവർഫ്ലോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഇവിടെ കാണാൻ സാധിക്കും. സൈഡിൽ നിങ്ങൾ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. 40 ലിറ്ററിലധികം വെള്ളം വരുമ്പോൾ അത് പുറത്തേക്ക് പോകാനാണ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓവർഫ്ലോ ബ്രേക്കർ കൊടുത്തിരിക്കുന്നത്. അതിലൂടെ ആ 40 ലിറ്റർ അധികം വരുന്ന വെള്ളം പുറത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു ആരോ താഴത്തേക്ക് ഇപ്പോൾ നോക്കി കാണാൻ സാധിക്കും. അവിടെ ഒരു ഹോളാണുള്ളത്. അടിയിൽ കാണുന്ന വാട്ടർ 40 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. ആ ടാങ്കിൽ 40 ലിറ്റർ അധികം വരുമ്പോൾ ഈ ഒരു ഓവർഫ്ലോ വഴി എന്ത് ചെയ്യും, അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്തായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്തായി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ഒരു വാൽവാണ് കാണുന്നത്. അതിനകത്തേക്ക് നിങ്ങൾക്ക് ഈ ടാങ്കിലേക്ക് ഐസും അതുപോലെ തന്നെ വെള്ളവും ടാങ്കിലേക്ക് നിറയ്ക്കേണ്ട ഒരു പോർഷനാണ്. അത് ആ ഡോറ് തുറന്നിട്ട് വേണം, അതിലൂടെ നമുക്ക് വേണം ഉള്ളിലോട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ, വെള്ളവും അതുപോലെ തന്നെ ഓവർ കൂളിംഗ് വേണമെങ്കിൽ ഐസും നിക്ഷേപിക്കാനുള്ള ഒരു പോർഷനാണ് അവിടെ. ആ ഡോറ് തുറന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അതിൻ്റെ ഡോറ് ഇങ്ങേ സൈഡിലെ ഒരു വശത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. തൊട്ട് താഴത്തെ ടാങ്കാണ് കാണുന്നത്. അപ്പോൾ മിക്കോയുടെ ഹണി കോബ്, അതിൻ്റെ പിറകിലുള്ള ഭാഗമാണ് ഹണി കോബ്. അതിൽ വഴിയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ഒരു ഫിൽട്ടർ സെക്ഷനാണ് ഈ ഹണിക്കോബ് എന്ന് പറയുന്നത്. ഒരു ഫിൽട്ടർ ചെയ്യുന്ന വാട്ടർ, ഒരു എന്താ പറയുക, ഒരു തേനീച്ചയുടെ അട കണ്ടിട്ടുണ്ടോ? തേനീച്ച അതിൻ്റെ അട പോലെ ഇരിക്കുന്ന ഒരു പോർഷനാണ്. അതിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങി, ആ കിനിഞ്ഞിറങ്ങിയ വെള്ളത്തിലൂടെ കാറ്റ് കടത്തിവിട്ട് തൊട്ടിപ്പുറത്തുള്ള ഫാന് തട്ടി അത് നമ്മുടെ ദേഹത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്തിട്ട്, അതായത് കണികകൾ, വാട്ടർ കണികകൾ ഫിൽട്ടർ ചെയ്ത് പ്യൂർ കാറ്റായിട്ട്, കൂളിംഗ് കാറ്റായിട്ട് തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഓവറായിട്ട് പണ്ടത്തെ കൂളറെ പോലെ തന്നെ തുണി കൊണ്ടുള്ള ഒരു ഇതല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജലദോഷം പോലുള്ള കാര്യങ്ങൾ അധികമായി ഉണ്ടാവില്ല. മറ്റേതിനൊക്കെ അപേക്ഷിച്ച് ജലദോഷം പോലുള്ള അസുഖങ്ങൾ ബാധിക്കാൻ ചാൻസ് കുറവാണെങ്കിലും ഒരു പരിധിവരെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ കാറ്റ് മുഖത്തേക്ക് അടുപ്പിക്കുന്നത് ജലദോഷത്തിന് കാരണമാകുന്നുണ്ട്. ഇത് നമുക്ക് ടാങ്കിലുള്ള വേസ്റ്റ് വെള്ളം, ടാങ്ക് ക്ലീൻ ചെയ്യുമ്പം അതിലുള്ള വേസ്റ്റ് വെള്ളം ക്ലിയർ ചെയ്യാനുള്ള ഒരു വാൽവാണ്. നമുക്ക് തുറന്നിട്ട് നമുക്ക് ടാങ്ക് 40 ലിറ്റർ ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു പുറകിലൊരു വല പോലെ കാണും. അതായത് നമുക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്കിറ്റോസ് അതുപോലെ തന്നെ പൊടിയൊക്കെ തടയുന്ന ഒരു ഫിൽറ്ററാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു തെർമോക്കോണിന്റെ രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഹണിക്കോബ് എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാറ്റ് കടത്തുന്ന ഹണിക്കോബ് എന്നൊരു പാഡ്. ആ പാഡിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കൂളിംഗ് ലഭിക്കുന്നത്. ആ പാഡ് എപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു കൂളിംഗ് നമുക്ക് സാധ്യമാകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മിക്കോയുടെ ബ്രാൻഡ് രേഖപ്പെടുത്തിയ ഒരു ഭാഗം കാണാം. ഇത്
ഈ മിക്കോയ് എന്ന കമ്പനി നമ്പർ 1 കമ്പനിയാണ്. കാരണം ഇതിന് വേറൊരു കമ്പനിയുടെ കോപ്പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുമായി സാധിക്കും. ഇവർ സ്വമേധയാ നിർമ്മിക്കപ്പെട്ട ഒറിജിനൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ കോപ്പിയാണ് മറ്റുള്ള കമ്പനികൾ എടുത്തിട്ട് ഇവരാണ് മറ്റുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നത്, കോഡറുകൾ അടിച്ചു കൊടുക്കുന്നത്, നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മിക്കോയ് നമ്പർ 1 കമ്പനി തന്നെയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് ഇന്നത്തേക്ക് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.